ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം. അതായത് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരത്തിൽ ഭഗവാൻ കൃഷ്ണൻ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോശ്ച വാമന രാമോ രാമശ്ച രാമ. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ബലരാമൻ ശ്രീകൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം, അതായത് നമ്മളുടെ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കേണ്ടായത്. കാരാഗൃഹത്തിലായിരുന്നു ജനിച്ചത്. മൂപ്പരുടെ കുട്ടിക്കാലം വളരെ ക്ലേശകരമായിരുന്നു. നമ്മൾ സാധാരണ ബാലകന്മാർക്കും സാധാരണ കുട്ടികൾക്കും ഉള്ള അവസ്ഥയൊന്നും അല്ലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യം 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നുള്ള അശരീരി കേട്ട സമയത്ത് അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് കംസൻ അമ്മാവൻ കണ്ടെടുത്തൊരു മാർഗം പെങ്ങളെ ജയിലിൽ പാർപ്പിക്കുക എന്നുള്ളതാണ്. ജയിലിൽ പാർപ്പിച്ച സമയത്ത് ആണ് അദ്ദേഹം ജനിക്കേണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സംഭവബഹുലമായിട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു. മധുരയിൽ നിന്ന് അദ്ദേഹം അവിടുന്ന് കുറച്ച് നടപ്പെട്ടു. എന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ടായി. നമ്മൾ ഗുജറാത്ത് ആ വഴിക്ക് പോയി. പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വളർന്ന് അദ്ദേഹം ഒരു രാജാവൊക്കെ ആയിട്ട് മാറിയത്. അദ്ദേഹം അവിടെയാണ് നമ്മൾ ദ്വാരക എന്നൊക്കെ പറയുന്നത്, ഗുജറാത്തിൽ. പിന്നെ കൃഷ്ണനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം സത്യം പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അദ്ദേഹം ഒരു ചെയ്യുന്നവനാണ്, ചെയ്യിപ്പിക്കുന്നവനാണ് എന്ന് മാത്രമല്ല രണാങ്കണത്തിൽ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അർജുനന് അദ്ദേഹം കൊടുത്ത ഉപദേശപ്രകാരമാണ് ഊർജ്ജസ്വരനായി അദ്ദേഹം ഹസ്തിനപുരത്ത് യുദ്ധത്തിൽ അദ്ദേഹം ജയിക്കേണ്ടായത്, അദ്ദേഹം ജയിപ്പിക്കേണ്ടായത് ആരെ, നമ്മളുടെ പാണ്ഡവരെ. പിന്നെ അനവധി കഥകൾ കൃഷ്ണനെ കുറിച്ചിട്ട് കൃഷ്ണൻ്റെ ഭഗവത്ഗീതയിൽ നമ്മൾ പറയുന്നുണ്ട്. കൃഷ്ണൻ എവിടെയുണ്ടോ, അർജുനൻ എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമെന്ന കാര്യം. ഒരു നെഗറ്റീവ് ഒരു വാക്ക്, നമ്മൾ ഇന്നത്തെ ഇംഗ്ലീഷിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വാക്ക് ശ്രീകൃഷ്ണൻ്റെ നിഘണ്ടുവിൽ ഇല്ല. പോസിറ്റീവായിട്ട് എല്ലാം കാണുന്ന ഒരു മഹാത്മാവ്. അദ്ദേഹം ഉള്ള ജീവിതകാലത്ത് ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ തന്നെ ധർമ്മത്തിലധിഷ്ഠിതമായിട്ടായിരുന്നു. ധർമാധർമ്മ രണങ്ങളിൽ ഞങ്ങളുടെ കൺമിഴി തെളിയാൻ നീളെ നിത്യനിരാമയ ശങ്കുലി പോലെ ഒഴുകാവൂന്നിൽ സ്മരണ. അതാണ് ഈ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയുടെ അവസാനത്തെ വാക്ക്. അതിൻ്റെ കാരണം പറയണത് അദ്ദേഹത്തെ സംബന്ധിച്ച് കൃഷ്ണൻ ഒരു യുഗേഷ്, അതായത് നമ്മളുടെ യോഗേശ്വര കൃഷ്ണൻ എന്നാണ് പറയുക. അദ്ദേഹം ഒരു യോഗി കൂടിയാണ്. ഏറ്റവും കൂടുതൽ എത്രയും ക്ഷിപ്രത്തിൽ യോഗികളിൽ പ്രത്യക്ഷമാകുന്ന ഭഗവാനും ഈ ശ്രീകൃഷ്ണൻ തന്നെ. അങ്ങനെയുള്ള പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും തന്നെ ഒരു ഊർജ്ജസ്വൃതി പ്രദാനം ചെയ്യുന്നതിന് കൃഷ്ണൻ്റെ കഥകളും കൃഷ്ണൻ്റെ ആഖ്യാനങ്ങളും കൃഷ്ണീയ ചലനങ്ങളും കൃഷ്ണീയമായിട്ടുള്ള സകലമാന കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഊർജം നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നരനാരായണന്മാരിൽ ഒരാളാണ്. നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനും, നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. എൻ്റെ ശൈലിയിൽ പറഞ്ഞ ചെറിയൊരു ഏർപ്പാടാണ്. അങ്ങനെ അനവധി പറയാണ്ട് കൃഷ്ണനെക്കുറിച്ച്. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര ഭാത്രോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ നീതിർ ധ്രുവ നീതിർ മമ എന്നാണ് പറയണത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ ധനുധരനായിട്ടുള്ള അർജുനനുണ്ടോ, പ്രാർത്ഥനായിട്ടുള്ള ശ്രീകൃഷ്ണനുണ്ടോ,
അവിടെ വിജയം സുനിശ്ചിതമാണ്. ആ രണ്ട് സംഗതി ഒത്തു കഴിഞ്ഞാൽ അവിടെ വിജയം. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് കാണണമെങ്കിൽ നമ്മൾ കൃഷ്ണനെ വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ അത്രയ്ക്കും മതി. എന്തായാലും ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.